നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഐ ടിയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി കാൽക്കുലേറ്റർ നിർമ്മിച്ച ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം. ആദ്യമായിട്ട് കാൽക്കുലേറ്റർ നിർമ്മിച്ച ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ബ്ലെയ്സ് പാസ്കലാണ് ആദ്യമായിട്ട് കാൽക്കുലേറ്റർ നിർമ്മിച്ച ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ. ആരാണ്? ബ്ലെയ്സ് പാസ്കലാണ് ആദ്യമായിട്ട് കാൽക്കുലേറ്റർ നിർമ്മിച്ച ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ. ആരാണ്? ബ്ലെയ്സ് പാസ്കൽ. 1673 സ്റ്റെപ്പ് റെക്കണർ എന്ന പേരിൽ കണക്കുകൂട്ടൽ യന്ത്രം നിർമ്മിച്ചത് ആരാണ്? എന്താണ് ചോദ്യം. 1673 സ്റ്റെപ്പ് റെക്കണർ എന്ന പേരിൽ കണക്കുകൂട്ടൽ യന്ത്രം നിർമ്മിച്ചത് ആരാണ്? സ്ഥാപിച്ചതല്ല, നിർമ്മിച്ചത് ആരാണ്? അത് ഗോട്ട്ഫ്രീഡ് വിൽഹം ലെബനിറ്റ്സ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് വില്യം ലെബനീസ് എന്നാണ് നമ്മൾ ആൻസർ കീയിലൊക്കെ കാണാറ്. ഗോട്ട്ഫ്രീഡ് വിൽഹം ലെബനീസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വില്യം ലെബനീസ് എന്നാണ് നമ്മുടെ ആൻസർ കീയിലൊക്കെ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ വില്യം ലെബനീസ് എന്നാണ് 1673 സ്റ്റെപ്പ് റെക്കണർ എന്ന പേരിൽ കണക്കുകൂട്ടൽ യന്ത്രം നിർമ്മിച്ചത്. ആരാണ്? ഗോട്ട്ഫ്രീഡ് വില്യം ലെബനീസ്. 1801 യന്ത്രത്തറി നിർമ്മിച്ചത് ആരാണ്? എന്താണ് ചോദ്യം. 1801 യന്ത്രത്തറി നിർമ്മിച്ചത് ആരാണ്? അത് ജോസഫ് മാരി ചാൾസ് ഡി ജാക്വേർഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. പക്ഷേ നമ്മൾ ജോസഫ് ജാക്വേർഡ് എന്നാണ് പൊതുവേ ആൻസർ കീയിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജോസഫ് മാരി ചാൾസ് ഡി ജാക്വേർഡ് ആണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് വീവർ ആയിരുന്നു, ഒരു മെർച്ചൻറ്റും കൂടിയായിരുന്നു അദ്ദേഹം. ജോസഫ് ജാക്വേർഡ് ആണ് 1801 യന്ത്രത്തറി നിർമ്മിച്ചത്. യന്ത്രത്തറി എന്ന് പറയുമ്പോൾ വിവരശേഖരണം, പുനരുപയോഗം എന്നിവയുടെ ആദ്യ രൂപമായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് ഈ യന്ത്രത്തറി. അത് 1801 ജോസഫ് മാരി ചാൾസ് ഡി ജാക്വേർഡ് ആണ് നിർമ്മിച്ചത്. 1801 ജോസഫ് ജാക്വേർഡ് ആണ് യന്ത്രത്തറി നിർമ്മിച്ചത്. പഞ്ച്ഡ് കാർഡ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ജാക്വേർഡിൻ്റെ യന്ത്രത്തറിയിലായിരുന്നു. പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. പഞ്ച്ഡ് കാർഡ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച കണ്ടെത്തൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ജാക്വേർഡിൻ്റെ യന്ത്രത്തറിയിലാണ് പഞ്ച്ഡ് കാർഡ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് കാൽക്കുലേറ്റർ നിർമ്മിച്ച ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് ബ്ലെയ്സ് പാസ്കൽ. ഇപ്പം തന്നെ പഠിച്ചോളൂ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഈ ഒരു ഐ ടിയുടെ ഒരു സെക്ഷനിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ അത് നമ്മളങ്ങ് പഠിച്ചു പോകുന്നു. ആദ്യമായിട്ട് കാൽക്കുലേറ്റർ നിർമ്മിച്ച ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് ബ്ലെയ്സ് പാസ്കൽ എന്ന ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് കാൽക്കുലേറ്റർ നിർമ്മിച്ചത്. ആരാണ്? ബ്ലെയ്സ് പാസ്കൽ. 1673 സ്റ്റെപ്പ് റെക്കണർ എന്ന പേരിൽ കണക്കുകൂട്ടൽ യന്ത്രം നിർമ്മിച്ചത് ആരാണ്? അത് ഗോട്ട്ഫ്രീഡ് വിൽഹം ലെബനീസ് ആണ്. വില്യം ലെബനീസ് അദ്ദേഹമാണ് 1673 സ്റ്റെപ്പ് റെക്കണർ എന്ന പേരിൽ കണക്കുകൂട്ടൽ യന്ത്രം നിർമ്മിച്ചത്. 1801 യന്ത്രത്തറി നിർമ്മിച്ചത് ആരാണ്? അത് ജോസഫ് ജാക്വേർഡ് ആണ്. ആരാണ്? ജോസഫ് ജാക്വേർഡ് ആണ് 1801 യന്ത്രത്തറി നിർമ്മിച്ചത്. യന്ത്രത്തറി എന്ന് പറയുമ്പോൾ വിവരശേഖരണം, പുനരുപയോഗം എന്നിവയുടെ ആദ്യ രൂപമായിട്ട് പരിഗണിക്കപ്പെടുന്ന യന്ത്രത്തറിയാണ് അദ്ദേഹം നിർമ്മിച്ചത്. പഞ്ച്ഡ് കാർഡ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച കണ്ടെത്തൽ ഏതാണെന്ന് ചോദിച്ചാൽ ജോസഫ് ജാക്വേർഡിൻ്റെ യന്ത്രത്തറിയിലാണ്. അപ്പോൾ ജാക്വേർഡിൻ്റെ യന്ത്രത്തറിയാണ് പഞ്ച്ഡ് കാർഡ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച കണ്ടെത്തൽ. കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായ ഡിഫറൻസ് എഞ്ചിൻ നിർമ്മിച്ചത് ആരാണ്? എന്താണ് ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിട്ടുള്ള ഡിഫറൻസ് എഞ്ചിൻ നിർമ്മിച്ചത് ആരാണ്? അത് ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായ ഡിഫറൻസ് എഞ്ചിൻ നിർമ്മിച്ചത് ആരാണ്? ചാൾസ് ബാബേജ്. ഡിഫറൻസ് എഞ്ചിൻ തയ്യാറാക്കിയ വർഷം ഏതാണ്? 1822 ചാൾസ് ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ തയ്യാറാക്കിയത്. 1822. ക്ലിയർ ആയല്ലോ? ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പൂർവ്വകാല രൂപം എന്നറിയപ്പെടുന്നത് എന്താണ്? ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പൂർവ്വകാല രൂപം എന്നറിയപ്പെടുന്നത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. എന്താണ്? അനലിറ്റിക്കൽ എഞ്ചിനാണ്. അപ്പോൾ
കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിട്ടുള്ള ഡിഫറൻസ് എഞ്ചിൻ നിർമ്മിച്ചതാരാ? അത് ചാൾസ് ബാബേജാ. ഡിഫറൻസ് എഞ്ചിൻ തയ്യാറാക്കിയത് 1822 ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പൂർവ്വകാല രൂപം എന്നറിയപ്പെടുന്നത് അനലിറ്റിക്കൽ എഞ്ചിനാണ് അല്ലേ. ആ അനലിറ്റിക്കൽ എഞ്ചിനാണ് ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പൂർവ്വകാല രൂപം എന്ന് അറിയപ്പെടുന്നത്. മിൽ എന്നറിയപ്പെട്ട പ്രോസസ്സർ ഗണിതക്രിയകൾ ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണം ഏതാണ്? മിൽ എന്നറിയപ്പെട്ട പ്രോസസ്സർ ഗണിതക്രിയകൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഉപകരണമാണ് ഈ അനലിറ്റിക്കൽ എഞ്ചിൻ. എന്താണ്? മിൽ എന്നറിയപ്പെട്ട പ്രോസസ്സർ ഗണിതക്രിയകൾ ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണമാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, എന്താണ് ഈ മില്ലെന്നറിയപ്പെട്ട പ്രോസസ്സർ എന്നല്ലേ. മില്ലെന്നറിയപ്പെട്ട പ്രോസസ്സർ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആധുനിക കമ്പ്യൂട്ടറിലെ CPU ഇല്ലേ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതിനൊക്കെ സമാനമായിട്ട് ഗണിതക്രിയകൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു ഈ മില്ലെന്ന് പറയുന്നത്. സ്റ്റോർ, റീഡർ, പ്രിൻ്റർ. അപ്പോൾ ഇതിൽ മില്ലെന്ന് പറയുന്നത് കണക്കൂട്ടലുകൾ നടത്താനുള്ള ഭാഗവും, സ്റ്റോർ ഡേറ്റ സൂക്ഷിക്കുന്നതിനുള്ളൊരു മെമ്മറിയും, റീഡർ എന്ന് പറയുന്നത് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള ഒരു ഇൻപുട്ട് ഉപകരണവും, പ്രിൻ്റർ എന്ന് പറയുന്നത് ഫലം ഔട്ട്പുട്ടായിട്ട് നൽകുന്നതിനുള്ള ഒരു ഉപകരണം. അപ്പോൾ അത്തരത്തിൽ ഗണിതക്രിയകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഈ മില്ലെന്ന് പറയുന്നത്. അങ്ങനെ മില്ലെന്നറിയപ്പെട്ട പ്രോസസ്സർ ഗണിതക്രിയകൾ ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണം ഏതാണ്? പ്രോസസ്സർ ഗണിതക്രിയകൾ ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണമാണ് ഈ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. 1833 അനലിറ്റിക്കൽ എഞ്ചിൻ തയ്യാറാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചതാരാണ്? 1833 അനലിറ്റിക്കൽ എഞ്ചിൻ തയ്യാറാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചത് ചാൾസ് ബാബേജാണ്. ആരാണ്? ചാൾസ് ബാബേജാണ്. ഇവിടെ നമ്മൾ ചാൾസ് ബാബേജ് കുറേ ക്വസ്റ്റ്യൻസ് ആയി അല്ലേ. എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിട്ടുള്ള ഡിഫറൻസ് എഞ്ചിൻ നിർമ്മിച്ചത് ചാൾസ് ബാബേജാണ്. മറ്റൊന്നെന്താണ്? 1833 അനലിറ്റിക്കൽ എഞ്ചിൻ തയ്യാറാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചതാരാണ്? അത് ചാൾസ് ബാബേജ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് IT ഭാഗത്തു നിന്നുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ചെയ്യാം.